5 പൈസ ചെലവില്ലാതെ നമുക്ക് ഇതുപോലൊരു പേപ്പർ ഫ്ലവർ ചെയ്തെടുത്താലോ? എങ്ങനെയാണെന്നല്ലേ? കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പേപ്പർ എടുത്തിട്ട് ഇതേ കണക്കൊന്ന് മടക്കിയെടുക്കണം. മടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മടക്കുന്ന ടൈമിൽ ഇതിൽ വര വീഴത്തില്ലേ, അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ എല്ലാ പേപ്പർ നമുക്ക് സെയിം സൈസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതേ കണക്കൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലവറിന്റെ പെറ്റലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പകുതി വരെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് ഇതേ കണക്കൊന്ന് മടക്കി കൊടുക്കണം. ഇത് കാണുമ്പോൾ എങ്ങനെ ഈ ഒരു ഷേപ്പ് കിട്ടുമെന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും തനിയെ അതങ്ങ് മടങ്ങി വന്നോളും. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊരു 10-15 എണ്ണം ചെയ്തെടുക്കണം. ഇനിയും നമ്മളൊരു സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് പേപ്പർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പെറ്റൽസില്ലേ, അത് ഓരോന്നായിട്ട് ഇതേ കണക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും, ഇതെങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കും എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ തനിയെ നമുക്ക് മനസ്സിലാകും എവിടെ എങ്ങനെ ഒട്ടിക്കണമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നമ്മൾ ആ സ്റ്റെമ്മിൻ്റെ അവിടെയും കൂടി ഒരു പേപ്പർ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര ഈസി അല്ലേ? ഇഷ്ടപ്പെട്ടോ?